ഉഴുന്നുവട ഉണ്ടാക്കാം. അതിലിട്ട് 1 കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. ഒരു 2-3 മണിക്കൂർ മതി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കഴുകി വാരി. ഇനി നമുക്ക് ഇതൊന്ന് നരുതെടുപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. അത് അധികം വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒത്തിരി വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നെക്കിയൊന്നും വെള്ളം ഒഴിക്കരുത്, ആകെ ഇച്ചിരി വെള്ളം, ഇതാ ഇത്രയും വെള്ളമേ ഒഴിക്കാവുള്ളൂ. അപ്പം നമുക്ക് ഇത് ഒന്ന് മിക്സിയിലേക്ക് വെച്ചിട്ട് ഒന്ന് അരയ്ക്കാം. ഒന്ന് കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് ഇത് അരയരുത്. ഇത് കറക്റ്റായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടതാ. ഈ ഒരു അളവിൽ മതി നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, നമുക്കിതൊന്ന് നമ്മുടെ പാനിലേക്ക് വയ്ക്കാം. ഈ അരച്ചതിലേക്ക് നമ്മൾ ഇവിടെ ഞാൻ 6 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ 3 കാന്താരി, പിന്നെ 3 കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് കൊത്തിയരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ബിക്കോസ് ഞാനിതൊന്ന് നമ്മുടെ കറിവേപ്പില അതിൻ്റെ അകത്ത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നല്ലത് നമ്മൾ ഇടുമ്പോൾ നമ്മളിത് കഴിക്കത്തില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യത്തിന് നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടുന്നവർ പച്ചമുളക് ഇടാം. ഓക്കെ, കുരുമുളക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 2-3 കുരുമുളക് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് കുരുമുളക്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയാലും മതി. ഓക്കെ, ഞാനിവിടെ 5-6 ഇട്ടിട്ടുണ്ട്. പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് കുഴിഞ്ഞൊരു ചീൻചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കുഴിഞ്ഞൊരു ചീൻചട്ടി അത്യാവശ്യം ഇത്രയും എണ്ണ ഒഴിച്ചാൽ മതി. നല്ലപോലെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം. ഞാൻ അതിൻ്റെ അകത്തേക്ക് 2 ഇട്ട് കൊടുത്തു. ബിക്കോസ് നമ്മൾ ചെറുതായിട്ടാണ് ഇടുന്നത്. അന്നേരം ഈ വെപ്പം നല്ലതായിട്ടൊന്ന് കൂട്ടി വെക്കുക. റവയുടെ പൊടി നിങ്ങൾക്ക് ഇതിനകത്ത് മുക്കി ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കുക. ഞാനിവിടെ ഈ തവിയാണ് യൂസ് ചെയ്തത്. ഈ തവിക്കകത്തിട്ട് ഇച്ചിരി നമ്മൾ ഇടുന്ന സമയത്ത് ഒരു ചീത്ത വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം നമ്മൾ കുത്തിയിട്ട് ഇല്ലാത്തോട്ടിട്ടാണ്. കയ്യിലാണ് ഒന്ന് ചെയ്യുന്നത്. എനിക്കിത് സൗകര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ 2 എടുത്തുള്ളൂ. നമുക്ക് ഇത് കിഴുത്ത ഉള്ള തവി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമലായിട്ടുള്ള തവിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഇളം ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഈ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ട് ഇത് ഒട്ടി കഴിയുന്നതിന് നമുക്കിങ്ങനെ ഒന്ന് വിടർത്തി കഴിഞ്ഞാൽ ഇത് 2ആയിട്ട് ഒന്ന് ഒഴിക്കും കേട്ടോ. ഒരു ടിപ്പാണ് ഇത്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ്. നല്ലപോലെ എണ്ണ ചൂടായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പിയായി വരും. ഓക്കെ, മറ്റേ സൈഡൂടെ ഒന്ന് ബ്രൗൺ നിറച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ്. നമുക്കിപ്പോൾ ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റാം. ഓൾറെഡി മൂത്തിട്ടുണ്ട്. അതുപോലെ ചീത്തച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് എണ്ണ ഇങ്ങനെ ഇല്ല. ഇതിന് കിഴുത്തുള്ളതുകൊണ്ടാണ് ഞാൻ അധികം എണ്ണ ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റുന്നത്. ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ചായക്കടയുടെ നമ്മുടെ എന്തുവാ ഷേപ്പൊന്നും കിട്ടത്തില്ല. എന്നാലും നമുക്ക് നല്ല നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കുന്ന നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാ നല്ല ക്രിസ്പിയാണ്.
നല്ല ടേസ്റ്റിയാണ്. അപ്പം ആദ്യമായിട്ട് ആ ചാനൽ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഞാൻ വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.